നമ്മൾ ഈ ആത്മീയതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതൊരു വലിയ കടൽ പോലെയാണല്ലേ. എവിടെ തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്നൊന്നൊരു പിടിയും കിട്ടില്ല. പക്ഷേ ചിലപ്പോൾ ഒരൊറ്റ ചെറിയ സൂചന മതി ഒരു വലിയ ലോകം തന്നെ തുറന്നു കിട്ടാൻ. ഇന്ന് നമ്മൾ അങ്ങനൊരു യാത്രയിലാ. ഒരു പുസ്തകത്തിന്റെ പേരിൽ തുടങ്ങി അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ പാഠ്യപദ്ധതി തന്നെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇതൊരു വലിയ ചോദ്യം തന്നെയല്ലേ. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, പലതരം വ്യാഖ്യാനങ്ങൾ, പഠനങ്ങൾ, അതിൻ്റെയൊക്കെ ഇടയിൽ നിന്ന് എങ്ങനെയാ നമ്മളൊരു ശരിയായ തുടക്കം കണ്ടെത്തുക? ഇഷ്ടേ, ഈയൊരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അന്വേഷണം തുടങ്ങാം, അല്ലേ? ഓക്കേ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ തുമ്പ് ഇതാണ്. ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോറിൽ കണ്ടൊരു പേര്, 108 ഉപനിഷത്ത് ബ്രഹ്മവിദ്യാഖണ്ഡ്. ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഇതൊരു സാധാരണ ആത്മീയ പുസ്തകം പോലെയുണ്ട്. പക്ഷേ ഈ പേരിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ പേര് തന്നെയാണ് നമ്മുടെ ഈ അന്വേഷണത്തിന്റെ താക്കോല്. നമ്മൾ മുന്നോട്ടു പോകുന്നതിന് മുന്നേ ഈ ഉപനിഷത്ത് എന്ന വാക്കിന്റെ അർത്ഥമെന്താണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. വേദങ്ങളുടെയൊക്കെ അവസാന ഭാഗത്ത് വരുന്ന വലിയ വലിയ തത്വചിന്തകളുള്ള ഗ്രന്ഥങ്ങളാണിത്. അതിന്റെ ശരിക്കുള്ള അർത്ഥം അടുത്തിരിക്കുക എന്നൊക്കെയാണ്. അതായത് ഒരു ഗുരുവിന്റെ അടുത്തിരുന്ന് ശിഷ്യൻ ജ്ഞാനം നേടുന്നത് പോലെ. അപ്പം നമ്മൾ വെറുമൊരു പുസ്തകത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, വളരെ ആഴത്തിലുള്ള ഒരു ജ്ഞാനത്തെക്കുറിച്ചാണ്. ഇനി നമുക്ക് ഒരു ഡിറ്റക്റ്റീവിന്റെ റോള് ഏറ്റെടുക്കാം. ഈ പുസ്തകത്തിന്റെ വെബ്പേജിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളില്ലേ, അത് നമ്മളോട് എന്താ പറയാൻ ശ്രമിക്കുന്നത്? എന്തായിരിക്കും ഇതിന്റെയൊക്കെ യഥാർത്ഥ ഉദ്ദേശം? നമുക്ക് നോക്കാം. ഈ കാണുന്ന വിവരങ്ങളിലെ ഏറ്റവും രസമുള്ള കാര്യമെന്താണെന്നറിയോ? ഇത് നമ്മളോട് ഒരു കഥ പറയുന്നുണ്ട്. ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു താളിയോലയൊന്നുമല്ല. നോക്കിക്കേ, 2010 യുഗനിർമ്മാൺ യോജന എന്നൊരു സംഘടന ഇറക്കിയ പുസ്തകമാണിത്. 424 പേജുണ്ട്, ഏകദേശം 1 കിലോ തൂക്കവും. ഇതിനർത്ഥമെന്താ? ഇതിന് വളരെ വ്യക്തമായ ഒരു ആധുനിക ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുമ്പ് ഇതാണ്, ഖണ്ഡ് എന്ന വാക്ക്. അതിന്റെ അർത്ഥം ഭാഗം അല്ലെങ്കിൽ വിഭാഗം എന്നൊക്കെയാണ്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ബ്രഹ്മവിദ്യാഖണ്ഡ് എന്നത് പരമമായ ജ്ഞാനത്തിന്റെ ഒരു ഭാഗമാണെങ്കിൽ ഇതിനു വേറെയും ഭാഗങ്ങൾ കാണില്ലേ? ഇതൊരു വലിയ പസിലിന്റെ ഒരു കഷ്ണം മാത്രമാണോ? ഇനിയാണ് നമ്മുടെ ഈ അന്വേഷണത്തിലെ ആദ്യത്തെ വലിയ ട്വിസ്റ്റ് വരുന്നത്. നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരൊറ്റ പുസ്തകമില്ലേ, അതിനെ നമ്മളൊരു വലിയ സിസ്റ്റമുമായിട്ട് ബന്ധിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്: ഈ ബ്രഹ്മവിദ്യാഖണ്ഡ് എന്നത് തനിച്ചു നിൽക്കുന്നൊരു പുസ്തകമാണോ, അതോ ഇതൊരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമാണോ? ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് ആ വെബ് പേജിലെ റിലേറ്റഡ് ബുക്സ് അല്ലെങ്കിൽ ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എന്നൊരു സെക്ഷൻ നമ്മൾ കാണുന്നത്. അവിടെയാണ് ഈ കളിയാകെ മാറുന്നത്. അതെ, നമ്മൾ സംശയിച്ചത് കറക്റ്റായിരുന്നു. ഇതൊരൊറ്റ പുസ്തകമേയല്ല, മറിച്ച് 3 ഭാഗങ്ങളുള്ള ഒരു കംപ്ലീറ്റ് കരിക്കുലമാണ്. നോക്കൂ, ആദ്യം ജ്ഞാനഖണ്ഡ്, അറിവ് നേടാനായിട്ട്. അത് കഴിഞ്ഞ് സാധനാഖണ്ഡ്, അത് പ്രാക്ടീസ് ചെയ്യാൻ. അവസാനം ബ്രഹ്മവിദ്യാഖണ്ഡ്, പരമമായ അറിവിലെത്താൻ. ഇത് വെറുമൊരു പുസ്തകമല്ല സുഹൃത്തുക്കളെ, ഇതൊരു കംപ്ലീറ്റ് റോഡ് മാപ്പാണ്. അപ്പോൾ ഈ 3 പുസ്തകങ്ങളും കൂടി ചേർന്നാൽ എന്തായി? ഒരു സാധകന്റെ യാത്രയുടെ വളരെ വ്യക്തമായൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡായി. ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ആ സങ്കീർണതയില്ലേ, അതിനെ വളരെ ലളിതവും വ്യക്തമായ ഘട്ടങ്ങളുമുള്ള ഒന്നാക്കി മാറ്റുകയാണിവിടെ. എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് ഇതിലും നല്ലൊരു വഴികാട്ടി കിട്ടാനില്ല. ഇപ്പൊ കഥയുടെ അടുത്തൊരു തലത്തിലേക്ക് കടക്കാം. ഇത്രയും വലിയ വലിയ തത്വചിന്തകളൊക്കെ എങ്ങനെയാ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരം അതും അതേ വെബ് പേജിൽ തന്നെ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. പുസ്തകങ്ങളുടെ വിവരങ്ങൾ കഴിഞ്ഞിട്ട് താഴോട്ട് നോക്കുമ്പോഴാണ് ലേഖനങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എന്നൊരു ഭാഗം കാണുന്നത്. ഒന്ന് നോക്കിക്കേ, ഇത് ട്രെയിനിങ്ങിനുള്ള സിലബസ്, ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ, അഡ്മിഷനുള്ള യോഗ്യതകൾ, എന്തിന് അപേക്ഷിക്കാനുള്ള ബയോഡാറ്റ ഫോർമാറ്റും ഒരു ഗോശാലയുടെ ലക്ഷ്യങ്ങളും വരെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു വശത്ത് ഇത്രയും ആഴത്തിലുള്ള ആത്മീയ ഗ്രന്ഥങ്ങൾ, മറുവശത്ത് വളരെ ചിട്ടയായ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങൾ. അത്ഭുതം തന്നെയല്ലേ? ഇത് നമ്മളോട് വളരെ വ്യക്തമായി ഒരു കാര്യം പറയുകയാണ്. ഈ പുസ്തകങ്ങൾ ഇറക്കുന്നവരുടെ ലക്ഷ്യം വെറുതെ പുസ്തകം വിൽക്കുക എന്നുള്ളതല്ല, മറിച്ച് ആത്മീയതയെ ആളുകൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുക എന്നതാണ്. ഇവിടെ അറിവും പ്രവൃത്തിയും കൈകോർത്തു പോവുകയാണ്. തീർച്ചയായും ഇത്രയും ചിട്ടയായ ഒരു സംവിധാനത്തിന് പിന്നിൽ ഒരു വലിയ ദർശനം വേണമല്ലോ.
ഈയൊരു വഴിവെട്ടി തുറന്നത് യുഗഋഷി പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയാണ്. അറിവിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്ന ആ മഹാനാണ് ഈയൊരു സംയോജിത പാതയുടെ ശില്പി. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു തുടങ്ങിയത്? ഒരു ഓൺലൈൻ സ്റ്റോറിലെ ഒറ്റ പുസ്തകത്തിന്റെ പേരിൽ നിന്ന്. ആ അന്വേഷണം നമ്മളെ ഒരു സമ്പൂർണ്ണ പാഠ്യപദ്ധതിയിലേക്കും അവിടെ നിന്ന് പ്രായോഗികമായ പരിശീലനത്തിലേക്കും എത്തിച്ചു. ഒരു വെബ് പേജിൽ നിന്ന് ചിട്ടയായ ഒരു ആത്മീയ യാത്രയുടെ മുഴുവൻ രൂപരേഖയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ജ്ഞാനമെന്നത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരെയുള്ള ഒന്നല്ല. അത് വളരെ വ്യക്തമായ പടവുകളുള്ള ഒരു വഴിയാണ്. നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പാത. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ചുവട് എന്തായിരിക്കും? അടുത്ത തവണ കാണുന്നതുവരെ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.